നമസ്കാരം. പൂർത്തീകരിക്കപ്പെടാതെ പോയ സ്വപ്നത്തിലേക്ക് വീണ്ടും കേരളം ചുവടുവയ്ക്കുന്നു. കേരളത്തിൻ്റെതായി ഒരു പുതിയ വിമാന സർവീസിന്റെ ചർച്ചകളാണ് മുന്നോട്ട് നീങ്ങുന്നത്. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണനാണ് പുതിയ വിവരം പങ്കുവച്ചത്. ആഭ്യന്തര യാത്രകൾ ചിലവ് കുറഞ്ഞതും വേഗത്തിലും നടത്തുക എന്ന ആശയത്തിന് പിന്നിൽ കേരളത്തിന്റെ സഹകരണ മേഖല തന്നെയാണ്. പദ്ധതി നടത്തിപ്പിനായി ഒരു കമ്പനി രൂപീകരിക്കും. സഹകരണ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ഈ വിമാന കമ്പനിക്ക് കോ കേരളം എന്ന പേരാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വിജയകൃഷ്ണൻ പറഞ്ഞു, അതിവേഗ ട്രെയിനുകളിൽ നൽകുന്ന നിരക്കിൽ തന്നെ യാത്ര ചെയ്യാനാകും വിധമാണ് കോ കേരളം സർവീസ് നടത്തുക. സിയാൽ മോഡലിൽ കമ്പനി രൂപീകരിച്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുത്താണ് സർവീസ് നടത്തുക. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങളാണ് പാട്ടത്തിനെടുക്കുന്നത്. ആദ്യഘട്ടത്തിലെ 2 വിമാനങ്ങൾ പിന്നീട് ഇത് 4ഉം 6ഉമാക്കി ഉയർത്തും. 72 സീറ്റുള്ള വിമാനമാണ് ഇതിനായി വാടകയ്ക്കെടുക്കുന്നത്. നെടുമ്പാശ്ശേരി ആസ്ഥാനമാക്കി കരിപ്പൂർ, കണ്ണൂർ, മംഗളൂരു, ചെന്നൈ, ബാംഗ്ലൂരു, കോയമ്പത്തൂരു, മധുര എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് സർവീസ്. മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ മന്ത്രി വൈസ് ചെയർമാനുമായാണ് കമ്പനി രൂപീകരിക്കുന്നത്. ഇതിൽ 200 സഹകരണ സംഘങ്ങൾ 2 കോടി വീതം ഓഹരി എടുത്താണ് ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. സർക്കാരിന് 1 രൂപ പോലും ചിലവ് വരാത്ത ഈ പദ്ധതിയുടെ രൂപരേഖ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 3500 മുതൽ 7000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. പ്രാരംഭഘട്ടത്തിൽ 200 പേർക്ക് ജോലിയിൽ നൽകും. വിമാന സർവീസിനൊപ്പം ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളും ഒപ്പമുണ്ടാകും. ആദ്യ 2 വർഷത്തിന് ശേഷം കമ്പനി ലാഭത്തിലാകും. സർവീസ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വരെ ഒഴിവുള്ള സീറ്റുകളിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാകും വിധമാണ് ടിക്കറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1 വർഷം വിമാന സർവീസിൽ ആരും കയറിയില്ലെങ്കിൽ പോലും 32 കോടി രൂപ മാത്രമാകും നഷ്ടം. സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചാൽ കമ്പനി തുടർ നടപടികളിലേക്ക് കടക്കും. കമ്പനിയിൽ പണം മുടക്കാൻ 200 സഹകരണ സംഘങ്ങൾ തയ്യാറാണെന്നാണ് വിജയകൃഷ്ണൻ പറഞ്ഞത്. മുൻപും കേരളം സ്വന്തമായി വിമാന സർവീസിന് ശ്രമിച്ചെങ്കിലും ഒന്നും വിജയത്തിലെത്തിയില്ല. കോ കേരളം ആ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.